Balancing chemical equations. Chemical equations balance ചെയ്യാൻ 4 സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്പ് നമ്പർ 1, ബാലൻസ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കുക. സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, അയേൺ, സിങ്ക്, കോപ്പർ, കാൽഷ്യം, സിൽവർ, ഗോൾഡ്, ലെഡ്, അലൂമിനിയം, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് എഴുതിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാലൻസ് നോൺ മെറ്റൽസ്. എക്സാമ്പിൾസ് എന്തൊക്കെയാ? സൾഫർ, ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, കാർബൺ, അയോഡിൻ. പിന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് ആണ് എഴുതിയത്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഹൈഡ്രജൻ. ഏറ്റവും അവസാനം ബാലൻസ് ഓക്സിജൻ. അപ്പം ഈ 4 സ്റ്റെപ്സും ഫോളോ ചെയ്താൽ നമുക്ക് എല്ലാ കെമിക്കൽ ഇക്വേഷൻസിനെയും ബാലൻസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കുക, നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ C3H8 പ്ലസ് O2 ഗീവ്സ് CO2 പ്ലസ് H2O. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കോളമാക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് LHSലെയും RHSലെയും ആറ്റംസിനെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, ഹൈഡ്രജൻ, ഓക്സിജൻ ഈ ഒരു ഓർഡറിൽ എഴുതി വെക്കുക. നമ്മൾ LHS ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മെറ്റൽസ് ആയിട്ട് ആരെയും കാണാൻ പറ്റില്ല അല്ലേ? കാർബണും ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ. സോ ദേ ആർ നോട്ട് മെറ്റൽസ്. RHS നോക്കിയാലോ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, 2 സൈഡിലും മെറ്റൽസ് പ്രസന്റ് അല്ല. ഓക്കെ, പിന്നെ നമ്മൾ ആരെ നോക്കേണ്ടത്? നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസ് പ്രസന്റ് ആണ്. ആരാണ്? കാർബൺ, റൈറ്റ്? അപ്പൊ LHSൽ കാർബൺ ഉണ്ട്, RHSൽ അപ്പൊ എന്തായാലും കാർബൺ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി ഹൈഡ്രജൻ, രണ്ടാമത്തത് ഹൈഡ്രജൻ LHSലുണ്ട്, അപ്പൊ RHSലും ഉണ്ടാവും. മൂന്നാമത്തത് ഓക്സിജൻ, റൈറ്റ്? ഓക്സിജൻ. ഇനി നമ്മൾ എത്ര കാർബൺ ഉണ്ട് നോക്കുക. LHS പാർട്ടിൽ 3 കാർബൺ, റൈറ്റ്? 3 കാർബൺ. RHS പാർട്ടിലോ 1 കാർബൺ, റൈറ്റ്? 1 കാർബൺ. അതിനുശേഷം ഹൈഡ്രജൻ നോക്കുക. 8 ഹൈഡ്രജൻ. ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 8 ഹൈഡ്രജൻ, റൈറ്റ്? ഫ്രം LHS പാർട്ട്. RHSലോ 2 ഹൈഡ്രജൻ. ഇനി ഓക്സിജൻ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, നിങ്ങൾക്ക് LHS പാർട്ടിൽ എത്ര ഓക്സിജനെ കാണാൻ പറ്റുന്നുണ്ട്? 2 ഓക്സിജൻ, റൈറ്റ്? 2 ഓക്സിജൻ. ഇനി RHS പാർട്ടിലാണെങ്കിൽ 2 ഓക്സിജൻ ഇവിടെ കാണാൻ പറ്റും, പിന്നെ 1 ഓക്സിജൻ ഇവിടെയും കാണാൻ പറ്റും അല്ലേ? സോ ടോട്ടൽ 3 ഓക്സിജൻ. 2 ഹിയർ പ്ലസ് 1 ഹിയർ. സോ ടോട്ടൽ 3 ഓക്സിജൻ. സോ ഇവിടെ നമുക്ക് 3 എന്ന് എഴുതാം അല്ലേ? 3 ഓക്സിജൻ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലെയും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം എന്തല്ല? സെയിം അല്ല. അപ്പൊ നമ്മളിത് സെയിം ആക്കണം. ഓക്കെ, ആദ്യം നമുക്ക് ആരെ സെയിം ആക്കാം? കാർബണെ അല്ലേ? നമ്മുടെ സ്റ്റെപ്പ് 1 ബാലൻസ് മെറ്റൽ ആണ്. അപ്പൊ ഇതിനകത്ത് മെറ്റൽസ് ഇല്ല. സ്റ്റെപ്പ് 2 നോൺ മെറ്റൽസ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ നോൺ മെറ്റൽസിനെ ബാലൻസ് ചെയ്യാൻ പോവാണ്. നോക്കിയേ, ഇവിടെ 3 കാർബൺ, ഇവിടെ 1 കാർബണേ ഉള്ളൂ. സോ വി ആർ ഗോയിങ് ടു ബാലൻസ് ദിസ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതാ ഇവിടെ 3 ഇട്ട് കൊടുക്കുക. അപ്പൊ അവിടെ 3 ഇട്ട് കൊടുക്കുമ്പോൾ കാർബൺ എണ്ണം എന്തായി മാറും? കാർബണിന്റെ എണ്ണം can see 3 കാർബൺ, റൈറ്റ്? 3 കാർബൺ. ഇനി ഈ സമയത്ത് വേറൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. എന്താ ചേഞ്ച്? ഓക്സിജൻ എണ്ണം എന്തായി മാറിയിട്ടുണ്ട്? 3 into 2. 3 into 2 6 ആയി മാറിയിട്ടുണ്ട് അല്ലേ? 3 into 2 6 ആയി മാറിയിട്ടുണ്ട്. പ്ലസ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഓക്സിജൻ കാണാം അല്ലേ? എത്രയാ? 7. മൊത്തത്തിൽ എന്തായി മാറി? ഓക്സിജന്റെ എണ്ണം 7 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ നമ്മൾ കാർബൺ ഓൾറെഡി ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഓക്സിജന്റെ എണ്ണം മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹൈഡ്രജൻ LHS പാർട്ടിൽ 8 ആണ്, RHS പാർട്ടിൽ 2 ആണ്. കറക്റ്റ്, റൈറ്റ്? അപ്പൊ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ 4 ആഡ് ചെയ്യാണ്. 4. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ. LHS പാർട്ടിൽ 8, RHS പാർട്ടിൽ 4 into 2, correct? 4 into 2. So it become 8. So 2 become 8, right? Okay. ഇനി നിങ്ങൾ പോയിട്ട് ഓക്സിജൻ എണ്ണം നോക്കുക. ഓക്സിജൻ നോക്കിയേ, ഓക്സിജൻ LHS പാർട്ടിൽ എത്രയാ? 2, correct? RHS പാർട്ടിൽ 3 into 2 is 6 plus 4, right? 4 ഓക്സിജൻ. 4 ഓക്സിജൻ ഇവിടെ ഉണ്ട്. 3 into 2 6 ഇവിടെ ഉണ്ട്. സോ 3 into 2 6 plus 4 into 1 total 10, right?
സോ നമ്പർ ഓഫ് ഓക്സിജൻ ഓൺ RHS പാർട്ട് ബിക്കം 10. അപ്പം നമുക്ക് LHS എന്താക്കണം, 10 ആക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും, 5 × 2 ഈസ് 10, റൈറ്റ്? 10. അപ്പം ഇത് 10 ആയി മാറി. ഇപ്പം നോക്കിയാൽ നിങ്ങൾ നമ്പർ ഓഫ് കാർബൺ 3 റൈറ്റ്, ബോത്ത് സൈഡ്. ഹൈഡ്രജൻ 8 ഓക്സിജൻ 10. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷനാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പം അതെന്താണ്, C3H8 + 5O2 gives 3CO2 + 4H2O. നമ്മൾ 2-3 എക്സാമ്പിൾസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ Fe2O3 + Al gives Fe + Al2O3. നമുക്കറിയാം ബാലൻസിങ്ങിൻ്റെ ഓർഡർ മെറ്റൽസ് ആണ്, പിന്നെ നോൺ മെറ്റൽസ്, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. ഇവിടെ മെറ്റൽസ് ആയിട്ടുള്ളത് Fe, പിന്നെ അലൂമിനിയം ഈസ് അനദർ മെറ്റൽ, റൈറ്റ്? സോ അലൂമിനിയം കഴിഞ്ഞു അല്ലേ? പിന്നെ നോൺ മെറ്റൽസ്, ഇവിടെ നോൺ മെറ്റൽസ് ആയിട്ട് ആരുമില്ല. ഓക്കെ, ഹൈഡ്രജൻ 2 സൈഡിലും ഇല്ല. പിന്നെ ആരുള്ളത്, ഓക്സിജൻ. സോ ഓക്സിജൻ ഈസ് ദർ ഓൺ ദ ബോത്ത് സൈഡ്, റൈറ്റ്? സോ അലൂമിനിയം, അയേൺ ആൻഡ് ഓക്സിജൻ. ഇനി നമ്മൾ നമ്പേഴ്സ് എഴുതണം അല്ലേ? അയേൺ നോക്കിയേ 2 LHS പാർട്ടിൽ, RHSലോ 1. അലൂമിനിയം LHS പാർട്ടിൽ 1, RHS പാർട്ടിൽ 2. പിന്നെ ഓക്സിജൻ LHS പാർട്ടിൽ 3, RHS പാർട്ട് അഗെയിൻ 3. കറക്റ്റ്? ഓക്കെ, സോ നമ്പേഴ്സ് ഓഫ് അലൂമിനിയം ആൻഡ് അയൺ ഡിഫറെൻ്റ് ആണ്. സോ ഇത് ബാലൻസ്ഡ് അല്ല, നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് അയേണിനെ ബാലൻസ് ചെയ്യണം. LHSൽ 2, RHSൽ 1. സോ ഫോർ ബാലൻസിങ് ദാറ്റ് നമുക്കിവിടെ 2 കൊടുക്കാം. ഇപ്പം നിങ്ങൾ RHSൽ നോക്കിയാൽ RHSലും എന്തായി, 2 അയേൺ ആയി, റൈറ്റ്? സോ 2 ഓൺ LHS, 2 ഓൺ RHS. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. നമ്മളിനി അലൂമിനിയത്തിലേക്ക് പോകാം. അലൂമിനിയം LHSൽ 1, RHSൽ 2. സോ ഫോർ ബാലൻസിങ് ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ 2 കൊടുക്കാം. സോ 1 ബിക്കം 2, റൈറ്റ്? 1 ബിക്കം 2. ഓക്കെ, ഇപ്പം നിങ്ങൾ LHSൽ നോക്കിയാൽ 2 കാണാം, RHSൽ നോക്കിയാലും 2 കാണാം. ഓക്സിജൻ ഈസ് ഓൾറെഡി 3 ആൻഡ് ഇറ്റ് ഈസ് ബാലൻസ്ഡ്, റൈറ്റ്? ഇപ്പം നിങ്ങൾക്ക് അലൂമിനിയവും അയേണും ഓക്സിജനും 2 സൈഡിലും അവരുടെ നമ്പേഴ്സ് സെയിം ആയിട്ടുണ്ട്. 2, 2, 2, 2 ആൻഡ് 3, 3. Okay, so we can call this equation as balanced equation, right? Fe2O3 + 2Al gives 2Fe + Al2O3. So it's a balanced chemical equation. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ. നമ്മുടെ തേർഡ് എക്സാമ്പിൾ NaOH + H2SO4 gives Na2SO4 + H2O. നോക്കുക, ഫസ്റ്റ് മെറ്റൽ, പിന്നെ നോൺ മെറ്റൽ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ, റൈറ്റ്? അപ്പം നമ്മൾ ആദ്യം ആരെഴുതുക, മെറ്റൽ. 2 സൈഡിലും പ്രസൻ്റ് ആയിട്ടുള്ള മെറ്റൽ സോഡിയം ആണ് അല്ലേ? സോ Na. പിന്നെ നോൺ മെറ്റൽ സൾഫർ ആണ് അല്ലേ? പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. ഓക്കെ, നോക്കുക, നമുക്ക് ആദ്യം മെറ്റലിനെ ബാലൻസ് ചെയ്യണം. LHS പാർട്ടിൽ 1 സോഡിയമേ ഉള്ളൂ, കറക്റ്റ്? RHS പാർട്ടിൽ 2 സോഡിയം ഉണ്ട്, 2. ഇനി നോൺ മെറ്റലിലേക്ക് പോവുകയാണെങ്കിൽ 1 സൾഫർ ഓൺ LHS പാർട്ട്, 1 സൾഫർ ഓൺ RHS പാർട്ട്, റൈറ്റ്? ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ 1 ഹൈഡ്രജൻ ഹിയർ, 2 ഹൈഡ്രജൻ ഹിയർ, റൈറ്റ്? സോ ടോട്ടൽ 3 ഹൈഡ്രജൻ. ഇവിടെ 2 ഹൈഡ്രജൻ, കറക്റ്റ്? ഓക്സിജൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 ഓക്സിജൻ കാണാം, ഇവിടെ 4 ഓക്സിജൻ കാണാം. സോ 5, കറക്റ്റ്? ഇനി ഇവിടെ 4, ഇവിടെ 1, 4 + 1 5. സോ ഓക്സിജൻ ഓൺ ബോത്ത് സൈഡ് ഈസ് 5, കറക്റ്റ്, റൈറ്റ്? ഇനി നമ്മൾ ഇത് ബാലൻസ് ചെയ്യാൻ പോവാണ്. നോക്കിയേ, ആദ്യം നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് സോഡിയത്തെയാണ്. 1, 2 അല്ലേ? നമുക്ക് ഇതിനെ 2 ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 കൊടുത്തു. സോ LHS പാർട്ടിൽ 2 Na ആയി, റൈറ്റ്? സോ 2 Na, 1 ബിക്കം 2.
ഓക്കെ, പക്ഷേ സോഡിയത്തിനെ 2 ആക്കുമ്പം സി ഓക്സിജൻ എണ്ണവും ഹൈഡ്രജൻ എണ്ണവും മാറും അല്ലേ, കാരണം ഇറ്റ് ബിക്കം 2NaOH. സോ ഇനി ഓക്സിജൻ എണ്ണം നോക്കിയേ, 2O ഇവിടെ, പിന്നെതാ ഇവിടെ 4 എണ്ണം. സോ 2 + 4 ഇറ്റ് ബിക്കം 6. ഓക്കെ, ഇനി ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജന്റെ കേസിൽ 2 ഇവിടെ 2 ഹൈഡ്രജൻ പ്ലസ് 2 ഹൈഡ്രജൻ, റൈറ്റ്? സോ ടോട്ടൽ 4 ഹൈഡ്രജൻ. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇറ്റ് ബിക്കം 4. കറക്റ്റ്, റൈറ്റ്? ഓക്കെ, ഇനി സൾഫർ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. കറക്റ്റ്, റൈറ്റ്? രണ്ട് സൈഡിലും സൾഫറിന്റെ എണ്ണം എത്രയാണ്? 1 ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. ഇനി നമുക്ക് ആരാ ബാലൻസ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം, റൈറ്റ്? ഹൈഡ്രജൻ ഇവിടെ, അതായത് LHS പാർട്ടിൽ 4 ആണ്, RHSൽ 2 ആണ്. സോ ഫോർ ബാലൻസിങ് ദാറ്റ് വാട്ട് യു ക്യാൻ ഡു, ഇവിടെ ഒരു 2 കൊടുക്കുക. ഇപ്പം എന്തായി? ഇപ്പം നോക്കിയേ, 2 × 2 2 × 2 എത്രയാ? 4, റൈറ്റ്? സോ RHS പാർട്ടിലും 4 ആയി. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ഇനി ഓക്സിജൻ ഒന്ന് എണ്ണി നോക്കിയേ, കാരണം ഇവിടെ ഓക്സിജൻ എണ്ണം മാറിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ 2 കൊടുത്ത സമയത്ത് ഓക്സിജൻ എണ്ണത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവും. ഓക്കെ, 4 ഇവിടെ, 6 ഇവിടെ അല്ലേ? 4 and 2 oxygen here plus 4, 6. So RHS പാർട്ടിൽ 6, LHSൽ ഓൾറെഡി 6 ആണ്. സോ സോഡിയത്തിൻ്റെ എണ്ണം ബോത്ത് സൈഡ് 2 ആണ്, സൾഫർ ഈസ് 1, ഹൈഡ്രജൻ ഈസ് 4, ഓക്സിജൻ ഈസ് 6. എല്ലാവരുടെയും എണ്ണം സെയിം ആണ്. സോ യു ഗോട്ട് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾക്ക് ഏത് ഫോർമുലയും ഏത് ഇക്വേഷനും നിങ്ങൾക്ക് ഈ മെത്തേഡിൽ സോൾവ് ചെയ്യാം. ഓക്കെ, സോ എക്സാമ്പിൾ നമ്പർ 3 കഴിഞ്ഞു. നോക്കുക, നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ ആണ്. FeSO4 thrice plus KOH gives K2SO4 plus FeOH thrice. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? LHSലെയും RHSലെയും ആറ്റംസിനെ ലിസ്റ്റ് ചെയ്യണം അല്ലേ? ഏത് ഓർഡറിൽ? ആദ്യം മെറ്റൽസ്. ഇവിടെ ആരൊക്കെ മെറ്റൽസ്? രണ്ട് സൈഡിലും അയേൺ ആൻഡ് പൊട്ടാസ്യം ഉണ്ട് അല്ലേ? രണ്ട് സൈഡിലും അയേൺ ഉണ്ട്, പിന്നെ പൊട്ടാസ്യം ഉണ്ട് രണ്ട് സൈഡിലും, റൈറ്റ്? സോ അത് ആദ്യം എഴുതുക, Fe ആൻഡ് പൊട്ടാസ്യം. രണ്ടാമത് നമ്മൾ ആരെ എഴുതേണ്ടത്? നോൺ മെറ്റൽസ്, സൾഫർ, റൈറ്റ്? രണ്ട് സൈഡിലും പ്രസന്റ് ആണ് സൾഫർ. പിന്നെ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ, റൈറ്റ്? ഫസ്റ്റ് നിങ്ങൾ ഹൈഡ്രജൻ എഴുതണം, റൈറ്റ്? ഹൈഡ്രജൻ രണ്ട് സൈഡിലുണ്ട്, പിന്നെ ഓക്സിജനും രണ്ട് സൈഡിലുണ്ട് അല്ലേ? അപ്പം നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എല്ലാവരുടെയും നമ്പർ എഴുതണം, രണ്ട് സൈഡിലെയും നമ്പർ. അയേൺ ഓൺ LHS പാർട്ട് 1, RHS പാർട്ട് 1, സോ 1 ഈച്ച്. ഇനി പൊട്ടാസ്യത്തിൻ്റെ കേസിൽ നോക്കിയേ, ഒരു പൊട്ടാസ്യം, രണ്ട് പൊട്ടാസ്യം, സോ ഇറ്റ് ഈസ് നോട്ട് ബാലൻസ്ഡ്, 1 and 2. ഇനി സൾഫർ നോക്കിയാൽ സൾഫർ ബ്രാക്കറ്റിനകത്താണ്, പുറത്ത് 3 ഉണ്ട് അല്ലേ? സോ ഒരു സൾഫർ ഇൻസൈഡ് ഇൻറ്റു 3, 1 into 3, സോ അത് എത്രയാണ്? 3. 1 into 3 is 3. ഇനി നോക്കുക, നമ്മൾ RHS പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 1 സൾഫറേ ഉള്ളൂ, സോ 1. സോ LHS പാർട്ട് 3 ആണ്, RHS പാർട്ടിൽ 1 ആണ്. ഇനി ഹൈഡ്രജൻ പോയി നോക്കിയാൽ, നെക്സ്റ്റ് എക്സാമ്പിൾ, FeSO4 thrice plus KOH gives K2SO4 plus FeOH thrice. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്ത പോലെ തന്നെ ആദ്യം മെറ്റൽസ്, പിന്നെ നോൺ മെറ്റൽസ്, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. ഇതിൽ ആരൊക്കെയാണ് മെറ്റൽസ്? ഇതിൽ അയേൺ, റൈറ്റ്? പിന്നെ പൊട്ടാസ്യം, ഇവർ രണ്ടുപേരുമാണ് മെറ്റൽസ്. അപ്പോൾ ആദ്യം നമ്മൾ അത് എഴുതണം, Fe, പിന്നെ പൊട്ടാസ്യം, റൈറ്റ്? പൊട്ടാസ്യം. പിന്നെ ആരാണ് നോൺ മെറ്റൽസ്? സൾഫർ, റൈറ്റ്? സൾഫറാണ് നോൺ മെറ്റൽ, അപ്പോൾ നമ്മൾ അത് എഴുതണം. പിന്നെ ഹൈഡ്രജനും ഓക്സിജനും. ഓക്കെ, ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബാലൻസിങ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബാലൻസിങ്ങും ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ചെയ്യുമ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നോക്കുക, ആദ്യം നമ്മൾ രണ്ട് സൈഡിലെയും Feൻ്റെ എണ്ണം നോക്കുക. Fe
LHS പാർട്ടിൽ 1, RHS പാർട്ടിലും 1. സോ 1 ഈച്ച്, റൈറ്റ്? സോ നമുക്കത് എഴുതാം 1 1. ഇനി നമുക്ക് പൊട്ടാസ്യം നോക്കാം. പൊട്ടാസ്യം നിങ്ങൾ LHS പാർട്ടിൽ നോക്കിയാൽ 1, RHS പാർട്ടിലോ ഇറ്റ് ഈസ് 2, റൈറ്റ്? സോ 1 and 2. ഇനി നമുക്ക് സൾഫർ നോക്കാം. സൾഫർ LHS പാർട്ടിൽ നോക്കിയ 3, സൾഫർ ഈസ് 3, റൈറ്റ്? RHS പാർട്ടിൽ 1, സോ 3 and 1. ഇനി ഹൈഡ്രജൻ്റെ കേസിൽ നോക്കിയേ LHS പാർട്ടിൽ 1, RHS പാർട്ടിൽ 3, റൈറ്റ്? ഓക്കെ, സോ 1 and 3. ഇനി ഓക്സിജൻ നോക്കാം. ഓക്സിജൻ നോക്കിയേ ഇവിടെ 4 into 3 12, റൈറ്റ്? ഇവിടെ 1 എക്സ്ട്രാ, സോ 12 plus 1 ദാറ്റ് ഈസ് 13. ഓക്കെ, ഇനി നമ്മൾ RHS പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്സിജൻ 4 ഇവിടെ ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലേ? 3 plus 4 ദാറ്റ് ഈസ് 7. ഓക്കെ, ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻസിലുള്ള ആറ്റംസിൻ്റെ നമ്പേഴ്സ്. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യണം. ആദ്യം Feനെ ബാലൻസ് ചെയ്യണം. F ഈസ് ഓൾറെഡി 1 on both side, അത് ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പൊട്ടാസ്യം ബാലൻസ് ചെയ്യണം. പൊട്ടാസ്യം LHSൽ 1ഉം RHSൽ 2 ആണ് അല്ലേ? LHSൽ 1ഉം RHSൽ 2. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ 2 കൊടുക്കുന്നു. അവിടെ 2 കൊടുക്കുമ്പോൾ പൊട്ടാസ്യം എന്തായി മാറി? 2 ആയി മാറി. പക്ഷേ ആറ് നമ്പേഴ്സ് മാറിയിട്ടുണ്ടാവും? നമ്മുടെ ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും. കാരണം ഈ 2 പൊട്ടാസ്യത്തിന് മാത്രമല്ല ഓക്സിജനും കിട്ടുന്നുണ്ട്, ഹൈഡ്രജനും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും LHSലെ എണ്ണം ഒന്നുകൂടി പോയി ചെക്ക് ചെയ്യാണ്. നോക്കിയേ, ഇവിടെ 12 ഓക്സിജൻ, ഇവിടെ ഇപ്പോൾ എത്രയായി? 2 ഓക്സിജനായി. 12 + 2 14, റൈറ്റ്? സോ ഓക്സിജൻ എണ്ണം ഇറ്റ് ബിക്കം 14. ഇനി ഹൈഡ്രജൻ എണ്ണം നോക്കാം. ഹൈഡ്രജൻ നോക്കിയേ 2, ആദ്യം 1 ആയിരുന്നു, നമ്മളിവിടെ 2 ഇട്ട സമയത്ത് അത് 2 ആയി മാറി. ഓക്കെ, സോ ഇറ്റ് ബിക്കം 2. ഇപ്പം ആര് ബാലൻസായി? ഇപ്പം അയേണും ബാലൻസായി, Feയും ബാലൻസായി, പൊട്ടാസ്യവും ബാലൻസായി. ഓക്കെ, ഇനി നമുക്ക് സൾഫർ ബാലൻസ് ചെയ്യണം. സൾഫർ നോക്കിയാൽ LHSൽ നമുക്ക് 3 സൾഫർ, റൈറ്റ്? RHSൽ 1 സൾഫറേ ഉള്ളൂ. സോ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 3 കൊടുക്കാം. അവിടെ 3 കൊടുക്കുമ്പം സൾഫർ എന്തായി? 3 ആയി മാറി. പക്ഷേ സൾഫർ 3 ആക്കിയ സമയത്ത് പൊട്ടാസ്യത്തിൻ്റെ നമ്പറും ഓക്സിജൻ്റെ നമ്പറും മാറിയിട്ടുണ്ട്. പൊട്ടാസ്യം എത്രയായി? 3 into 2 6 ആയി മാറിയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കത് 6 ആക്കി മാറ്റാം. ഓക്കെ, ഇനി ഓക്സിജൻ നോക്കിക്കേ. ഓക്സിജൻ 3 into 4 12. പിന്നെ ഇവിടെ കണ്ടോ 3 എണ്ണം. അപ്പോൾ എത്രയായി? 12 + 3 ദാറ്റ് ഈസ് 15. നോക്കുക, ഓക്സിജൻ എത്രയായി മാറി? 15 ആയി മാറി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കേ, ഈ സമയത്ത് നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ നമ്പർ മാറിയിട്ടുണ്ട്. 2 and 6 നമ്മൾ ഓൾറെഡി ബാലൻസ് ചെയ്ത് വെച്ച് പോയതാണ്. പക്ഷേ സൾഫർ ബാലൻസ് ചെയ്ത സമയത്ത് പൊട്ടാസ്യത്തിൻ്റെ നമ്പർ അൺബാലൻസ്ഡ് ആയി. അപ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെ 2 ആണ്. സോ നമ്മൾ LHSൽ 6 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ 2 കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ 6 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളവിടെ 6 ആഡ് ചെയ്യുമ്പം ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും നമ്പർ വീണ്ടും മാറും അല്ലേ? നോക്കിയേ, പൊട്ടാസ്യം എത്രയായി? പൊട്ടാസ്യം 6 ആയി മാറി അല്ലേ? പൊട്ടാസ്യം 6 ആയി മാറി. ഇനി ഓക്സിജൻ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 12 വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ 12 + 6. 12 + 6 എത്രയാണ്? 12 + 6 ഈസ് 18. അപ്പോൾ നമ്മൾ ഈ 14 അങ്ങ് പോവും. 14 പകരം എന്ത് വന്നു? 18 വന്നു. ഓക്കെ, ഇനി ഹൈഡ്രജൻ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ 6, റൈറ്റ്? 6 ഹൈഡ്രജൻ. ഓക്കെ, അതായത് 2 ഹൈഡ്രജൻ 6 ഹൈഡ്രജനായി മാറും. ഓക്കെ, അപ്പോൾ നമുക്കത് 6 ഹൈഡ്രജൻ ആക്കി മാറ്റാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കിയേ, Fe ബാലൻസ്ഡ് ആണ്, K ബാലൻസ്ഡ് ആണ്, സൾഫർ ബാലൻസ്ഡ് ആണ്. നമ്മളിനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. LHS പാർട്ടിൽ 6 ആണ്, RHS പാർട്ടിൽ 3 ആണ്. സോ ടു ബാലൻസ് ഹൈഡ്രജൻ ഓൺ RHS നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു 2 കൊടുക്കുന്നു. അപ്പോൾ എന്തായി? 2 into 3 വന്നില്ലേ? 2 into 3 എന്ന് പറഞ്ഞാൽ എന്താ? 6 അല്ലേ? അപ്പം RHS പാർട്ടിനും ഹൈഡ്രജൻ്റെ എണ്ണം എന്തായി മാറി? 6 ആയി മാറി. കറക്റ്റ്. പക്ഷേ ഹൈഡ്രജൻ എണ്ണം അങ്ങനെ മാറ്റിയ സമയത്ത് നോക്കിയേ, അയേണിൻ്റെ എണ്ണം മാറിയില്ലേ? RHSൽ 2 ആയില്ലേ?
അപ്പോൾ നമ്മൾ ആ ചേഞ്ച് ഇവിടെ കാണിക്കണം. നോക്കിയേ, ഇവിടെ 2 ആയി. കറക്റ്റ്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇവിടെയും 2 കൊടുക്കും. കറക്റ്റ്. അപ്പോൾ ആരൊക്കെ ബാലൻസായി? Fe ബാലൻസായി, K ബാലൻസായി, സൾഫർ ബാലൻസായി, ഹൈഡ്രജൻ ബാലൻസായി. ഇനി ഓക്സിജൻ നമുക്ക് എണ്ണി നോക്കാം. ഓക്സിജനും ബാലൻസ് ചെയ്യേണ്ട കാര്യമുണ്ട്. നോക്കിയേ, ഇവിടെ ഓൾറെഡി 18 ആണ് അല്ലേ. ഇനി നമ്മൾ ഈ 2 കൊടുത്ത സമയത്ത് ഇനി ഓക്സിജൻ വല്ല ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കാം. നോക്കിയാൽ 3 into 4 റൈറ്റ്. 3 into 4 എത്രയാണ്? 12. പിന്നെ ഇതാ 2 into 3. ഓക്സിജൻ ഇവിടെ 3 ഉണ്ട്, പിന്നെ കോയിഫിഷ്യൻ്റ് 2. സോ 2 into 3 എത്രയായി? 6. സോ 6 ഓക്സിജൻ ഹിയർ ആൻഡ് 12 ഓക്സിജൻ ഹിയർ. സോ അതും മാറിയിട്ടുണ്ട്. അത് എത്രയും മാറി? 18 ആയി. സോ ബോത്ത് സൈഡ് 2 അയൺ, both sides 6 potassium, both side 3 sulfur, both sides 6 hydrogen, both sides 18 oxygen. So you got a balanced equation now, right? So എന്താണ് balanced equation? Balanced equation 2Fe SO4 thrice plus 6KOH gives 3K2SO4 plus 2FeOH thrice. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇക്വേഷൻസിനും നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളിങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 3rd സ്റ്റെപ്പിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓൾറെഡി ബാലൻസ് ചെയ്ത നമ്പേഴ്സ് അൺബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അത് ബാലൻസ് ചെയ്തിട്ട് തിരിച്ചു വരണം. അത് മറന്നു പോകരുത്. ഓക്കെ. Thank you for watching this video.